റീബോൺ റോയൽ എൻഫീൽഡിൻ്റെ 350 cc ക്ലാസിക് എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡലായിരുന്നു. ആ ഒരു മോഡൽ ഇപ്പോൾ പുതിയൊരു പുനർജന്മം എടുത്ത് വന്നിരിക്കുകയാണ്. അതാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ വണ്ടി. കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലും എല്ലായിടത്തും ഒരുപാട് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഹരമായിട്ടുള്ളൊരു വണ്ടിയായിരുന്നു റോയൽ എൻഫീൽഡ്. അതിൽ ഏറ്റവും കൂടുതൽ സെയിൽ പൊയ്ക്കൊണ്ടിരുന്നത് നമ്മുടെ ക്ലാസിക്കിലായിരുന്നു, ക്ലാസിക് 350. ആ ക്ലാസിക് 350 ഒരുപാട് പോരായ്മകളും ഒരുപാട് ആൾക്കാർ പ്രശ്നങ്ങളും കംപ്ലൈൻറ്റുകളായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഏറ്റവും പുതിയതായിട്ടൊരു മോഡലിലാണ് ഇപ്പോൾ ക്ലാസിക് 350 വന്നെത്തിയിരിക്കുന്നത്. അപ്പോൾ അതാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് 350 ഒരു 11 കളർ വേരിയൻറ്റിൽ ഇപ്പോൾ കമ്പനി പുറത്തിറക്കുന്നുണ്ട്. അതിലിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന വൈറ്റ് കളറാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഫ്രണ്ട് ഭാഗത്തും ഈ സൈഡിൽ കാണുന്ന ഈ ബോക്സും എല്ലാം നമുക്ക് കസ്റ്റം ചെയ്യാൻ പറ്റും. അതായത് റോയൽ എൻഫീൽഡ് നമുക്ക് അവരുടെ അവകാശവാദം പോലെ തന്നെയാണ് അത് ഈ പറയുന്ന എന്ത് കാര്യങ്ങൾ നമുക്ക് ഈ വണ്ടിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നോ ആ കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ മേക്ക് ഇറ്റ് യുവർ എന്നൊരു കൺസെപ്റ്റിലേക്ക് അവർ എത്തിയിരിക്കുകയാണ്. ഈ വണ്ടി കാണുന്ന ഒരുവിധപ്പെട്ട എല്ലാ പാർട്സും നമുക്ക് കസ്റ്റം ചെയ്യാൻ പറ്റും. അതായത് റോയൽ എൻഫീൽഡിൻ്റെ ഒരു ആപ്പ് വഴി കസ്റ്റം ചെയ്യാൻ പറ്റും. അങ്ങനെ കസ്റ്റം ചെയ്തെടുത്തൊരു മോഡലാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളായി എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വണ്ടിയുടെ ലുക്കിൽ തന്നെ തുടങ്ങാം. വണ്ടി ലുക്ക് പഴയ വണ്ടിയിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. കാണുമ്പോൾ പഴയ ക്ലാസിക്കിനോട് തന്നെ നമുക്ക് ഏറെക്കുറെ സാമ്യത തോന്നുമെങ്കിലും ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ആദ്യം കാണുന്ന ഈ ഒരു ഹെഡ്ലാമ്പിൻ്റെ ഈ ഒരു പോർഷൻ ആയിരുന്നാലും ശരി, ഇവിടെ പല ആൾക്കാരുടെയും വീഡിയോയിൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, വലിയ മാറ്റം വന്നിട്ടില്ലെന്ന്. പക്ഷേ എൻ്റെ കണ്ണിൽ എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് ഈ ഒരു പോർഷൻ ഇവിടെയെല്ലാം നമ്മുടെ ഒരു പഴയ വിൻറ്റേജ് സമയത്തുണ്ടായിരുന്ന നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെയൊക്കെ ഒരു ഫേസ് പോലെയാണ് അത് കണ്ടിട്ട് എനിക്ക് ഫീൽ ആയത്. അത് ഈ കാണുന്ന നമ്മുടെ സസ്പെൻഷൻ്റെ ഈ ട്യൂബിൻ്റെ സൈസ് അല്പം വലുതാക്കിയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. പിന്നെ വേറെ ബൾബിൻ്റെ കാര്യത്തിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല, പഴയത് തന്നെയാണ്, വേറെ മാറ്റങ്ങളൊന്നും വരുത്താൻ അവർ നിന്നിട്ടില്ല. പിന്നെ നമ്മുടെ കാണുന്ന ഇൻഡിക്കേറ്റർ ലൈറ്റുകളെല്ലാം കുറച്ചുകൂടെ ചെറുതായി, സൈസിൽ കുറച്ചുകൂടെ വലിപ്പം ഉണ്ടായിരുന്നു. ആ വലിപ്പം എല്ലാം കുറഞ്ഞിട്ട് കുറച്ചുകൂടെ ഭംഗിയായി ഒതുക്കി ചെറിയ രീതിക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കാണുന്ന 2 ചെറിയ ലാമ്പുകൾ, പഴയതിലാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സ്ക്രൂ വെച്ചിട്ട്, അത് ക്ലാസിക്കലായിരുന്നാലും സ്റ്റാൻഡേർഡിലായിരുന്നു, ചെറിയ സ്ക്രൂ ഒക്കെ വെച്ചിട്ട് കുറച്ച് ഒരു ബുദ്ധിമുട്ട് നമുക്ക് കാണുമ്പോൾ പ്രത്യേകിച്ച് പെട്ടെന്നൊരു ബുദ്ധിമുട്ടില്ല, എന്നാലും ഭാവിയിൽ ഒരു പ്രശ്നം പോലെ തോന്നിക്കൊണ്ടിരുന്ന ഒരു കാര്യം അത് മാറ്റി നല്ല ഷേപ്പാക്കി അതൊരു അലങ്ങി ബോൾട്ടൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്ത് ഒരു കുറച്ചൊരു വൃത്തിയാക്കിയിട്ടുണ്ട്. ഓക്കെ, അതാണ് നമുക്ക് ഈ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ടോട്ടലായിട്ടുള്ളൊരു വ്യൂ. നമുക്കിപ്പോൾ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ റോയൽ എൻഫീൽഡിൻ്റെ ഈ ഒരു മോഡലിൽ വന്നിട്ടുള്ളത് പഞ്ചിങ് 3D പോലെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന റോയൽ എൻഫീൽഡ് എന്നതായിരുന്നു. നമ്മുടെ പഴയ ക്ലാസിക്കിൽ അതൊരു സ്റ്റിക്കറിങ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞൊരു ഒരു സ്റ്റിക്കർ, അവരുടെ ബാഡ്ജിങ് അങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതെല്ലാം മാറ്റിയിട്ട് ഇപ്പോൾ പുതിയൊരു കളർ പാറ്റേണിൽ വരുത്തിയിട്ട് ഒരു റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞ ഒരു 3D പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഇതും കൂടെ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, പിന്നെ നമുക്ക് എഞ്ചിനിലേക്ക് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ മാറ്റം വന്നു എന്ന് നമുക്ക് പറയേണ്ടത്. പഴയ ക്ലാസിക്കുമായിട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാം, ഇതിന് മുമ്പായിട്ട് ഇറങ്ങിയിട്ടുള്ള മെറ്റ്യൂർ 350യുടെ ആ ഒരു ടൈപ്പിലുള്ള സംഭവം തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. ആ സെയിം എഞ്ചിനാണ്, ചെറിയൊരു പ്ലാറ്റ്ഫോം വ്യത്യാസമുണ്ട്. അത് പഴയ മെറ്റ്യൂറിൽ വന്നിട്ടുണ്ടപ്പോൾ J1D ആയിരുന്നു, ഇത് J1A ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എഞ്ചിൻ്റെ കാര്യത്തിൽ റിഫൈൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പക്കയായിട്ടുണ്ട്. ഞാനൊന്ന് കുറച്ച് ദൂരം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് പോലെ ഒന്ന് ഓടിച്ച് നോക്കി, കൂടുതൽ ഓടിക്കാൻ പറ്റില്ല, ഇപ്പം വണ്ടി വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഷോറൂമിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ റിവ്യൂവിന് വേണ്ടിയിട്ട് എടുക്കുകയാണെന്ന് പറയുമ്പോഴത്തേക്ക് അത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് ദൂരം ഒന്ന് ഓടിച്ച് നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എഞ്ചിനൊക്കെ നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് പണ്ടത്തെ ക്ലാസിക് ആയിരുന്നാലും പഴയ കാര്യത്തിലുള്ള എല്ലാം നോക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നിക്കൊണ്ടിരുന്നത് ഒരു ശബ്ദത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും മറ്റു കാര്യങ്ങളിലും ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ട് തോന്നുമായിരുന്നു. ഒരുപാട് കംപ്ലൈൻറ്റും കാര്യം നമ്മൾ ഷോറൂമിൽ പോയി സർവീസ് സെൻറ്ററിൽ പോയി നോക്കുമ്പോൾ അറിയാം എന്നും പ്രശ്നങ്ങളായിരുന്നു. ഇപ്പോൾ ഈ വണ്ടിയുടെ കാര്യത്തിൽ എഞ്ചിൻ്റെ കാര്യത്തിൽ ആ ഭാഗത്തുനിന്ന് വേറെ ഒരു നമുക്ക് അനുഭവമായിട്ടുള്ള ഒരു ശബ്ദവും വരുന്നില്ല. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നല്ലൊരു ശബ്ദം തന്നെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് മീറ്റോറിൽ എങ്ങനെ വന്നോ അതിൽ നിന്നും കുറച്ചുകൂടി ഭേദപ്പെട്ടു. അതിൽ തന്നെ വളരെ കുറവായിരുന്നു. അതിനെക്കാട്ടി നല്ല രീതിക്ക് ശബ്ദം കുറഞ്ഞിട്ട് വളരെ സ്മൂത്തായിട്ടുണ്ട്. നമുക്ക് ഓടിക്കാൻ തന്നെ കുറച്ചുകൂടി ഓടിക്കാൻ കിട്ടിയെങ്കിൽ എന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ടുണ്ട്.
അത് കഴിഞ്ഞിട്ട് ഈ കാണുന്നതല്ല, ഈ ബോക്സ് അതുപോലെ തന്നെ ഈ കാണുന്ന നമ്മുടെ ഫുഡ് റെസ്റ്റും കാര്യങ്ങളെല്ലാം ഇപ്പോൾ കസ്റ്റം ചെയ്യാൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. നമുക്കിപ്പോൾ ഒരു ആപ്പ് വഴി നമുക്കിത് കസ്റ്റം ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാമെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇത്. ഈ കാണുന്ന ഫ്രണ്ടിലുള്ളതും ഇതെല്ലാം, ഈ ബോക്സ് എല്ലാം വരുന്നേക്കുന്നത് നമുക്ക് കസ്റ്റം ചെയ്ത് എടുക്കാൻ പറ്റുന്നത്. നമുക്ക് ആർക്കൊക്കെ ഇതൊക്കെ ആവശ്യമുള്ളവർക്ക് മാത്രം എടുത്താൽ മതി എന്നൊരു രീതിക്ക് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് ഈ പുറകിൽ കാണുന്ന ഈ ഒരു ചെറിയൊരു ഹാൻഡിൽ വെച്ചിട്ടുള്ളത്. നമുക്ക് പഴയ വണ്ടിക്ക് വെറുതെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വളഞ്ഞിരിക്കുന്ന ഒരു കമ്പി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും വെറും ലോക്കൽ ക്വാളിറ്റി പോലത്തെ ഒരു സാധനമായിരുന്നു. ഒരു നല്ല എൻ്റെ ഇരിക്കുന്ന ഒരു വണ്ടിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്തും എനിക്കിതിൽ പുറകിലിരിക്കുന്ന ആളിന് അല്പം വെയിറ്റ് കൂടിയ ആൾക്കാരാണ് വരുന്നുണ്ടെങ്കിൽ ആ ആളിന് നമുക്ക് വെയിറ്റ് കൂടിയ ആൾക്കാർ പുറകിലിരിക്കുമ്പോൾ ഈ കമ്പി അങ്ങ് വളഞ്ഞ് പുറകിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ പുറകിലേക്ക് പോകും. അതുമാത്രമല്ല ഇവിടെ പെട്ടെന്ന് തുരുമ്പ് കയറിയിട്ട് ഒടിഞ്ഞു പോകുക, അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിന് വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ കാണുന്ന കമ്പിക്ക് നല്ല കുറച്ച് ബലം കൂടിയ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. അതുപോലെ പെട്ടെന്ന് വളഞ്ഞു ഒടിഞ്ഞു പോകുന്ന തരത്തിലുള്ള സാധനമാണ്. നല്ല ക്വാളിറ്റിയുടെ കാര്യത്തിലും ഒരു കോംപ്രമൈസ് ഇല്ലാതെ നല്ല പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇവിടെ കാണുന്ന ഇതെല്ലാം പണ്ട് തുരുമ്പ് പിടിക്കുന്ന നെറ്റ് ബോൾട്ടിൻ്റെ ടൈറ്റിങ് ആയിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി നല്ലൊരു കാണുമ്പോൾ തന്നെ ഒരു ഭംഗി തോന്നുന്ന ഒരു ഫിനിഷിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് കറങ്ങി ബാക്കിലേക്ക് വരാം. പുറകിലേക്ക് വരുമ്പോൾ പുറകിലും നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. പഴയ ടൈൽ ലാമ്പിൻ്റെ പോർഷനിലെല്ലാം മാറ്റിയിട്ട് അതിന് പകരം നല്ല ഭംഗിയുള്ള, അതായത് പുറകിൽ നമുക്കൊരു വണ്ടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേകതരം ഭംഗി തോന്നും. ആ രീതിക്ക് ഇപ്പോൾ ഇത് ചെയ്തിട്ടുണ്ട്. പഴയതിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ചുറ്റും ഒരു ക്രോം ഫിനിഷെല്ലാം കൊടുത്തിട്ട് കാണുന്ന ആൾക്കാർക്ക് ഒരു പുതിയ ഇതായിട്ട് തോന്നിക്കുന്ന രീതിക്ക് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും ഏറ്റവും വലിയ മാറ്റമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഈ ടൈൽ ലാമ്പിൻ്റെ കാര്യത്തിലാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ആവശ്യത്തിനുള്ള സൈസാക്കി നല്ല ചെറുതായിട്ട് ഒതുക്കി കാണുമ്പോൾ തന്നെ ഒരു ഇഷ്ടപ്പെടുന്ന രീതിക്ക് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു പുതിയതായിട്ട് റോയൽ എൻഫീൽഡിൻ്റെ ബൈക്ക് എടുക്കാൻ വരുന്ന ആൾക്കാർക്ക് മുൻപ് ഒരു ഇതുണ്ടായിരുന്നു, എത്ര കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും ആൾക്കാർ ക്ലാസിക് എടുക്കുമായിരുന്നു. കംപ്ലയിൻ്റ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും എടുക്കുന്ന ആൾക്കാരുണ്ട്. ഒരു വല്ലാത്തൊരു ശബ്ദവും കാര്യങ്ങളൊക്കെ വന്നിട്ടും എടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പോൾ അതെല്ലാം പരിഹരിച്ചിട്ട് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടും. നമുക്ക് ആരും പറഞ്ഞ് അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല, കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുന്ന രീതിക്കാണ് അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ചെറിയൊരു വിഷമമുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ വണ്ടി എടുത്തപ്പോൾ ഞാൻ സ്റ്റാൻഡേർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ ആയിരുന്നുവെങ്കിൽ ഈ വണ്ടി എടുത്താൽ മതിയായിരുന്നല്ലോ എന്നൊരു തോന്നൽ വരും. അത് എനിക്ക് മാത്രമല്ല, റോയൽ എൻഫീൽഡിൻ്റെ ഒരുവിധപ്പെട്ട ബൈക്ക് ഓടിക്കുന്ന ആൾക്കാർക്കെല്ലാം തോന്നും. അത്രയ്ക്ക് അടിപൊളിയായി. പഴയ റോയൽ എൻഫീൽഡ് അല്ലേ, റോയൽ എൻഫീൽഡ് മൊത്തത്തിൽ മാറി. റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക്കിൻ്റെ നമുക്ക് പഴയ വേരിയൻറ്റ് നോക്കുമ്പോൾ അതിലെല്ലാം വരുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുള്ളതായ ഒരു പ്രശ്നമായിരുന്നു ഈ സീറ്റിങ്ങിൻ്റെ കാര്യം. ഈ സീറ്റിൻ്റെ കാര്യം വരുമ്പോൾ അതിൽ കുറച്ച് വീതി കുറഞ്ഞിട്ട് പുറകിരിക്കുന്ന ആൾക്കാർക്കൊരു കുറച്ച് ദൂരം പോകുമ്പോൾ തന്നെ ഒരു അസ്വസ്ഥത തോന്നുന്ന ഒരു തരത്തിലുള്ള ഒരു സീറ്റായിരുന്നു പുറകിലുണ്ടായിരുന്നത്. ഇപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് കുറച്ചുകൂടെ കുഷനിങ് ആയിട്ടുള്ള ഒരു സീറ്റ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഫ്രണ്ടിലെ കാര്യം പറയാം. ഫ്രണ്ടിലും ആവശ്യത്തിൽ കൂടുതൽ നല്ല കുഷനിങ് തന്നിട്ടുണ്ട്. മാത്രമല്ല പഴയ ക്ലാസിക്കിൽ ഇപ്പോൾ 2 സ്പ്രിങ് ഉണ്ടായിരുന്നു. നമുക്ക് വണ്ടിയിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ഇതായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത് ഇവിടെ നിന്ന് കാണുന്ന ഒരു സീറ്റിൻ്റെ സ്പ്രിങ് ആയിരുന്നു. ഇപ്പോൾ ആ സ്പ്രിങ് ഒന്നും കാണാനില്ല, അതെല്ലാം ഒതുക്കി അകത്തേക്ക് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു ചില ആൾക്കാർക്കത് വൃത്തികേടായിട്ട് തോന്നാം, ചില ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു ആ കാണുന്ന സ്പ്രിങ്. പക്ഷേ എനിക്ക് ആ സ്പ്രിങ് ഉള്ളതായിരുന്നു കാണാൻ ഒരു സുഖം. പക്ഷേ ഇപ്പോൾ അതെല്ലാം മറച്ച് കുറച്ചുകൂടി വൃത്തിയായിട്ടുണ്ട്. ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ ഈ വണ്ടിക്ക് പഴയ വണ്ടിക്ക് എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ ഒരു മിസ്സിങ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതായത് കുറേ സ്ഥലങ്ങൾ ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഗ്യാപ്പെല്ലാം നല്ല ഫില്ലായിട്ട് ഇപ്പോൾ വണ്ടി കാണുമ്പോൾ തന്നെ ഒരു സാധനം പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നില്ല. ഏറ്റവും കൂടുതൽ എല്ലാം ഒതുക്കി സ്ലിമ്മാക്കി എല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഈ കാണുന്ന ഫ്രെയിമിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ അതിനുവേണ്ടി പക്കയായിട്ട് ചെയ്തതാണ്. കാര്യം നമ്മുടെ പഴയ വണ്ടികളിലൊക്കെ നോക്കുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ചില പോർഷൻസൊക്കെ പുറത്തേക്ക് ഉണ്ടി നിൽക്കും. കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു കാണുന്ന കാഴ്ചയ്ക്ക് ഒരു ഭംഗിയില്ലായ്മ ഉണ്ടായിരുന്ന പാർട്സിലെല്ലാം അവരെല്ലാം ഒതുക്കി അതിനെല്ലാം കറക്റ്റായിട്ട് പക്കയായിട്ടുള്ള രീതിക്ക് ഒന്ന് കവർ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് കൊള്ളാം. എനിക്കാണെങ്കിൽ ഇതിൽ ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ കസ്റ്റം ചെയ്യുമ്പോൾ ഈ ഫുഡ് റെസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമുക്ക് ബാക്കിയുള്ള വണ്ടിയിലൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു വീതി കുറഞ്ഞിട്ടുള്ള ഫുഡ് റെസ്റ്റ് ഉണ്ടായിരുന്നത്, അതും കൊള്ളാം, നല്ല മോശം പറയുന്നതല്ല, അതുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നപ്പോൾ കുറച്ചുകൂടെ തോന്നും നമുക്ക് കാലൊക്കെ നല്ല റെസ്റ്റ് ചെയ്ത് ഓടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ടാങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരാം. ടാങ്ങിൻ്റെ കാര്യത്തിൽ രൂപത്തിലൊന്നും വലിയ വ്യത്യാസം വരുത്തിയിട്ടില്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ഈ കാണുന്ന നമ്മുടെ ഒരു ലോക്കിൻ്റെ ഒരു കവറിങ്ങാണ്. പഴയ ഇതിൽ പോലെയൊക്കെ അല്ല, ഇതിൽ കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മെയിൻറ്റെയിൻ ചെയ്തതിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്.
സാധാരണ നമുക്ക് വണ്ടി ഓടിക്കുന്നവർക്കറിയാം ഈ ഒരു ലോക്ക് ചിലപ്പോൾ ഇങ്ങനെ മാറിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ വൈബ്രേഷൻ വരുന്ന സമയത്ത് വല്ലാത്തൊരു ശബ്ദം കയറി വരും. ഇപ്പോൾ ഇതിൽ അങ്ങനെ ഒരു വൈബ്രേഷൻ വരാനുള്ള ചാൻസ് ഇല്ല. കാരണം അത്യാവശ്യം നല്ല ടൈറ്റുമാണ്. ഇത് കറക്റ്റായിട്ട് ഇവിടെ എത്തുമ്പോൾ ഒരു ലോക്ക് വീഴുന്നുണ്ട്, കണ്ടില്ലേ? ഈ ലോക്ക് വീണിരിക്കുന്ന കാരണം കുറച്ചുകൂടെ ഇതാണ്, ഈ ഗ്യാപ്പൊന്നും ഇല്ലാതെ കുറച്ച് വൃത്തിയായി, അധികമായിട്ട് ഇങ്ങനെ ഉന്തി മുകളിലേക്ക് നിൽക്കുന്ന ഒരു ഇതില്ല. കറക്റ്റ് ഫ്ലാറ്റായിട്ട് നല്ല സ്മൂത്തായ രീതിക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും കൊള്ളാം എന്നൊരു തോന്നൽ വരും. അങ്ങനത്തെ ഒരു ടാങ്കാണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. മാത്രമല്ല പിന്നെ അത് നമുക്ക് മീറ്ററിലേക്ക് വരുമ്പോൾ അടിമുടി മാറ്റം എന്നേ പറയാനുള്ളൂ. ഇതിനകത്തിപ്പോൾ ഓഡോമീറ്റർ കൊടുത്തിട്ടുണ്ട്, ഇതിന് ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്യൂൽ ഗേജ് ഇതിൽ മെയിനായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ട് കുറച്ചുകൂടെ ഭംഗിയാക്കി. കാണുമ്പോൾ നമുക്ക് പഴയ ക്ലാസിക്കിൻ്റെയൊക്കെ ഒരു ഇത് ഓർക്കുമ്പോൾ ഇത് രാപ്പകൽ വ്യത്യാസം എന്നേ പറയാനുള്ളൂ. രാപ്പകൽ വ്യത്യാസം എന്ന് പറയുന്ന രീതിക്കാണ് ഇത് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ ഇവിടെ മീറ്ററിലേക്ക് വരുമ്പോൾ ABS-ൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ബാറ്ററിയുടെ സിമ്പിൾ കാണിക്കുന്നുണ്ട്, ഫ്യൂൽ ഗേജിൻ്റെ ഒരു ഇതും കാണിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കാണുന്നത് ഇത് ഏറ്റവും ടോപ്പ് വേരിയൻറ്റിലാണ്. നമുക്ക് ഗൂഗിളുമായിട്ട് കണക്ട് ചെയ്ത് അതായത് മൊബൈലുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് GPS നാവിഗേഷനൊക്കെ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഇവിടെ ഇതിലിപ്പോൾ കൊടുത്തിട്ടില്ല. ഇതിന് ഫ്യൂച്ചറിൽ ചിലപ്പോൾ റോയൽ എൻഫീൽഡ് നമ്മുടെ ഈ ഇറക്കിയ വണ്ടികൾക്ക് എല്ലാത്തിനും കൊടുക്കാൻ പറ്റുമെന്ന് പറയുകയാണെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷനായിട്ട് വച്ചിരിക്കുന്നതായിരിക്കണം. റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 എന്നും പറഞ്ഞ് അവരുടെ ലോഗോയും വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു സാധനം വരാൻ വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ഇത് അഡീഷണൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചറിലെ കാര്യമായതുകൊണ്ട് നമുക്ക് ഇപ്പോൾ കിട്ടുമോ ഇല്ല, അവൈലബിൾ ആണോ എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു ഡൗട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കീയുടെ കാര്യത്തിൽ വരുമ്പോൾ നമുക്കറിയാം പഴയ റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികളിലെല്ലാം സൈഡിലായിരുന്നു നമുക്ക് ഹാൻഡിൽ ലോക്ക് ചെയ്യേണ്ട ഒരു സെറ്റപ്പ്. അതായത് നമ്മൾ കീ ഊരി ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് അങ്ങനെയായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ മാറി നമുക്ക് ഹാൻഡിൽ തന്നെ ഇതിപ്പോൾ ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിട്ടുണ്ട്. കണ്ടില്ലേ, ഹാൻഡിൽ തന്നെ അത് സെറ്റാക്കിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടും വളരെ നല്ലൊരു ഇതാണ്. കാരണം എൻ്റെ ഇരിക്കുന്ന വണ്ടിക്ക് ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വണ്ടി ഹാൻഡിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ട് പോവുകയാണെങ്കിൽ വന്ന ഉടനെ വണ്ടിയിൽ കയറുന്ന ഹാൻഡിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഒന്ന് കീ അങ്ങ് ഓൺ ചെയ്യും. സ്റ്റാൻഡേർഡാണ്. കിക്കർ അടിച്ച് ഗിയറിട്ട് എടുത്തിട്ടായിരിക്കും നമ്മൾ ഹാൻഡിൽ ചിലപ്പോൾ നോക്കുന്നത്. എനിക്ക് പല പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടുണ്ട്. എടുക്കുമ്പോൾ ഹാൻഡിൽ ലോക്കായിരിക്കും, പിന്നെ വീണ്ടും ഓഫ് ചെയ്യുക, വീണ്ടും ലോക്കുകളൊക്കെ, അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥ. എനിക്ക് മാത്രമല്ല, റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക്കും സ്റ്റാൻഡേർഡൊക്കെ ഓടിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഇത് പറ്റിയിട്ടുണ്ടായിരിക്കണം. എനിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് അന്ന് തോന്നിയിട്ടുള്ളതായിരുന്നു ഈ ഒരു ലോക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. പക്ഷേ അതും ഇതിൽ പരിഹരിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഹാൻഡിലിൻ്റെ കാര്യത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഹാൻഡിൽ കുറച്ചുകൂടി എന്തോ ഒരു കുറച്ച് ഹൈറ്റ് കൂടിയതുപോലെ എനിക്കൊന്ന് ഫീൽ ആവുന്നുണ്ട്. അത് ഈ സീറ്റിങ്ങിൻ്റെ ഒരു പൊസിഷനും കറക്റ്റ് ആയപ്പോഴത്തേക്ക് ഒരു പെർഫെക്റ്റ് ആയ പോലൊരു തോന്നൽ വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ സുഖമായിട്ടുള്ളത് നമ്മുടെ ഈ ഹാൻഡിലിൻ്റെ ഈ ഒരു റബ്ബർ ഗ്രിപ്പാണ്. നമുക്ക് പഴയ വണ്ടിക്ക് ഉണ്ടായിരുന്ന പോലെ അല്ല, ഇത് കുറച്ചുകൂടെ വ്യത്യാസം. അതായത് ഈ പറയുന്ന നമ്മുടെ മെറ്റോറിനും ഇതുപോലെ ആയിരുന്നു ഈ ഒരു പോർഷനെല്ലാം. ഹാൻഡിലൊരു ചെറിയൊരു പൊസിഷൻ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. അത് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്നില്ല, അതെല്ലാം പക്കയായിട്ട് തന്നെ ഉണ്ട്. ഈ കാണുന്ന റബ്ബറാണ് കുറച്ചുകൂടി ബെറ്റർ എടുക്കുന്നത്. നല്ല നമുക്കിപ്പോൾ ഗ്ലൗസ് ഇടാതെ ഓടുന്ന ആൾക്കാർക്കായിരുന്നാലും ഗ്ലൗസ് ഇട്ട് ഓടിക്കുന്ന ആൾക്കാർക്കായിരുന്നാലും ഗ്രിപ്പ് കറക്റ്റായിരിക്കും. അത് മാത്രമല്ല, അതിൽ നമ്മുടെ മെറ്റോറിൽ പറഞ്ഞ അതേ ഒരു ഫീച്ചർ സ്വിച്ചുകളാണ് ഇതിൽ തന്നിട്ടുള്ളത്, റോട്ടറി സ്വിച്ചുകൾ. നമുക്കിവിടെ ഇഗ്നിഷൻ്റെ സൈഡിൽ നിന്ന് പോവാം. ഈ സ്വിച്ച് ഓണാക്കുന്നു, വീണ്ടും നമ്മൾ ഒരിക്കൽ കൂടി സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഓഫ് ചെയ്യാനും അതുപോലെ തന്നെ തിരിച്ച് ഓഫാക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കി ഇതിൽ കൂടുതലായിട്ട് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഹസാർഡ് ലൈറ്റ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ട്. നമുക്ക് മുമ്പ് ഇവിടെ ഒരു സാധാരണ പഴയ വണ്ടികൾക്കെല്ലാം നമുക്ക് ഹെഡ്ലൈറ്റ് ഓൺ ഓഫിനൊക്കെ ഒരു സ്വിച്ച് വയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതെല്ലാം മാറിയിട്ട് അതിന് വേറെ ഇപ്പോൾ ഇരിക്കുന്നത് ഹസാർഡിൻ്റെയാണ്. ഫോർ ഇൻഡിക്കേറ്റർ നമുക്ക് കത്തി തന്നെ കിടക്കും. അതായത് നമുക്കിപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ റൈറ്റ് സൈഡിലുണ്ടായിരുന്ന അതേ ഇത് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെയും റോട്ടറി സ്വിച്ചുകളാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഹൈ പാസിൻ്റെ ഇതൊക്കെയാണ് സ്വിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് പാസ്, ഹൈ ബീം, ലോ ബീം, പാസ്, അതെല്ലാം ഒരു സ്വിച്ചിൽ വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇൻഡിക്കേറ്റർ, നമ്മുടെ ഹോണും. പിന്നെ ഇവിടെ ഒരു ഐ ബട്ടൺ കൊടുത്തിട്ടുള്ളത് ഈ സൈഡിലായിട്ടാണ്. ഇത് കൊടുത്തിരിക്കുന്നത് നമുക്കിപ്പോൾ ഈ മീറ്ററിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരിതാണ്. നമുക്കിപ്പോൾ വണ്ടി ഓടിക്കുന്ന സമയത്തിന് നമുക്ക് ഇതൊന്ന് മീറ്ററിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മീറ്ററൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്വിച്ചാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത്രയാണ് ഇപ്പം ഹാൻഡിലിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ക്ലച്ചിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പഴയതുപോലെ തന്നെ പെറ്റ് ക്ലച്ചാണ് തന്നിട്ടുള്ളത്. പക്ഷേ എനിക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നിയത്, ഇനി എനിക്ക് മാത്രം തോന്നുന്ന ബുദ്ധിമുട്ടായിരിക്കാം, ഈ കാണുന്ന ക്ലച്ചിൻ്റെ ലിവർ
അല്പം വീതി കൂടിപ്പോയി, അതായത് ഇങ്ങനെയുള്ളൊരു വീതി കൂടിപ്പോയോ എന്ന് എനിക്കൊരു തോന്നുന്നുണ്ട്. എന്തോ പിടിക്കുമ്പോൾ നമുക്കൊരു എന്തോ ഒരു പ്രത്യേക ഒരു ഫീല് തോന്നുന്നു. നമ്മൾ സാധാരണ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് ഇത്രയും വണ്ണം ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എനിക്ക് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി. പക്ഷേ ക്ലച്ച് ഹാർഡൊന്നുമല്ല, ക്ലച്ചൊക്കെ നല്ല സ്മൂത്ത് ക്ലച്ചാണ്. നമുക്കിപ്പോൾ പിടിക്കാൻ അധികം ബലം കൊടുക്കേണ്ടെന്ന് ആവശ്യമില്ല, സ്മൂത്ത് സാധനം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ സൈസാണ് വിഷയം വന്നിട്ടുള്ളത്. അതുപോലെ ഫ്രണ്ട് ബ്രേക്കും അങ്ങനെ തന്നെയാണ്. വീതി കൂടിപ്പോയോ എന്നൊരു ഡൗട്ട് മാത്രമേ എനിക്ക് തോന്നിയുന്നുള്ളൂ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല. നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതലും റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് 350 ആയിട്ട് കമ്പയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ മീറ്റിയോറുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. പേര് ഇതാണെന്നുണ്ടെങ്കിൽ ഇതിലുള്ള ഏറ്റവും കൂടുതൽ പാർട്സും അല്ലെങ്കിൽ അതിനുവേണ്ടുള്ള സാമ്യത തോന്നുന്നത് മീറ്റിയോറുമായിട്ടാണ്. ഇത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് തന്നെ ഈ കാണുന്ന ചാർജിങ് പോർട്ട് മീറ്റിയോറിലുണ്ടായിരുന്ന അതേപോലെ തന്നെയാണ് ഇവിടെ ഒരു ചാർജിങ് പോർട്ട് അവർ ഇത് കൂടെ തന്നെ തന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടും ഒരു നല്ലത് തന്നെയാണ്. നമുക്കിപ്പോൾ എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ഫോണൊക്കെ ഒന്ന് പ്ലേസ് ചെയ്താൽ ചാർജിങ് പോർട്ടൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് വരെ എക്സ്റ്റേണലായിട്ട് സാധനം വാങ്ങിച്ച് വയ്ക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു മുമ്പ്. അതൊന്നുമില്ലാതെ ഇപ്പോൾ വണ്ടി റോയൽ എൻഫീൽഡ് തന്നെ വണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ റോയൽ എൻഫീൽഡിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഈ വണ്ടിയിൽ തോന്നിയത് മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്നിടത്തെല്ലാം RE എന്നൊരു ലോഗോ അല്ലെങ്കിൽ അവരൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഉദാഹരണമായി കാണുന്നത് നമുക്കിപ്പോൾ ഈ കാണുന്ന ക്രാഷ് കാർഡിലായിരുന്നാലും ഇവിടെ ഒരു RE കൊടുക്കുന്നുണ്ട്. ഫുഡ് റെസ്റ്റ്, ഈ കാണുന്ന ഫുഡ് റെസ്റ്റ് എല്ലാം നല്ല വീതി കൂട്ടിയിട്ടാണെങ്കിലും അതിലും കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും അവർക്ക് കൊടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം RE എന്നൊരു ബാഡ്ജിങ് കൊടുത്ത് അതും വൃത്തികേടാക്കാത്ത രീതിക്ക് നല്ല രീതിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് കാണുന്ന ആൾക്കാർക്ക് കുറച്ചൊരു കൗതുകം തോന്നും. സത്യത്തിൽ എനിക്കിവിടെ വന്ന് ഈ വണ്ടി ഞാൻ ഉദ്ദേശിച്ച വണ്ടി എനിക്ക് ഇത് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നിയത് ഈ കാര്യത്തിലാണ്. എനിക്ക് ഫുഡ് റെസ്റ്റ്, അതെനിക്ക് ഒട്ടും മറക്കാൻ പറ്റുന്നില്ല ഈ സംഭവം. അതിലും ഈ RE കൊടുത്തിട്ട് അത് നമുക്ക് പഴയ വണ്ടിക്കൊക്കെ മടക്കി വെക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മൾ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ചെറിയ സ്റ്റക്കായിരിക്കും ഇപ്പോൾ, അത്രയേ ഉള്ളൂ. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് മീറ്റിയോറോട് കമ്പയർ ചെയ്യുമ്പോൾ പക്ക സെയിം മീറ്റിയോറിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു എഞ്ചിൻ്റെ കാര്യത്തിൽ അതിൽ J1D ആയിരുന്നു, ഇത് J1A ആണ്. പിന്നെ നമുക്ക് ഒരു കാര്യം വിട്ടുപോയി, എഞ്ചിൻ്റെ ശബ്ദം കേട്ടില്ല. സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എക്സോസിനോടെന്ന് പറയുമ്പോൾ നമുക്ക് പഴയത് നല്ല മീറ്റിയോർ നല്ല ശബ്ദമായിരുന്നു, അതുപോലെ തന്നെ ഇത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ വണ്ടിയുടെ ശബ്ദം. അപ്പോൾ നമുക്കിപ്പോൾ വണ്ടി നമുക്ക് ഷോറൂമിൽ അങ്ങനെ എല്ലാവർക്കും പറ്റുന്നത് പോലെ ഒന്നൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വണ്ടിയാണ്, പ്രത്യേകിച്ച് ഇതിൻ്റെ ശബ്ദം. ഞാനിപ്പോൾ ശബ്ദം കേൾപ്പിച്ചു. നിങ്ങൾക്കിപ്പോൾ നമ്മളിപ്പോൾ വീഡിയോയിൽ കൂടെ നിങ്ങൾ കേൾക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ നേരിട്ട് കേൾക്കാൻ ഭയങ്കര സുഖമുള്ളൊരു ശബ്ദമാണ്. ഈ നമ്മുടെ മീറ്റിയോർ വരുമ്പോൾ മീറ്റിയോറിനുണ്ടായിരുന്ന അതേ ശബ്ദത്തിനോട് സാമ്യത തോന്നും, പക്ഷേ കുറച്ചും കൂടെ നല്ല റിഫൈൻഡ് ആയിട്ടൊരു എഞ്ചിൻ ആയത് കാരണം ശബ്ദത്തിന് നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുണ്ട്. എന്നാൽ നമുക്ക് പഴയ ലൗഡായിട്ട്, അതായത് ഓപ്പൺ ആയിട്ടുള്ളൊരു ശബ്ദം വന്നുകൊണ്ടിരുന്നത് കുറച്ചുകൂടെ ഒന്ന് മൈൽഡാക്കി കുറച്ചുകൂടെ ഒരു ഭംഗിയാക്കി ശബ്ദത്തിന് കേൾക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകത തോന്നും. അപ്പോൾ ആദ്യം അതിന് മുമ്പൊക്കെ ഇറങ്ങിയ ക്ലാസിക്കിനൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ തന്നെ എഞ്ചിനകത്ത് നിന്ന് ടാപ്പ് ആൻഡ് നോയ്സാണോ എന്ത് നോയ്സാണെന്ന് അറിയാൻ പാടില്ല, അതൊരു വല്ലാത്തൊരു ശബ്ദം വരുമായിരുന്നു. അത് പഴയ വണ്ടിക്കെല്ലാം വരുമായിരുന്നു. അതിൽ നിന്ന് മാറിയിട്ട് ക്ലാസിക്കിൻ്റെ ഒരു പുതിയ വണ്ടി വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ശബ്ദത്തിൽ നമ്മൾ പുറത്ത് വരുമെന്നുള്ളത് ആരും പ്രതീക്ഷിച്ചില്ല, ഞാനും ഒട്ടും പ്രതീക്ഷിച്ചല്ല. എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ശബ്ദവും കൂടിയാണ്. പിന്നെ അതുമാത്രമല്ല ഈ പറയുന്ന എക്സോസ്റ്റിന് കുറച്ച് നീളത്തിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ടെന്നാണ് കമ്പനി പറയുന്നത്. നീളത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് നീളം കുറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതുപോലെ ചെറിയ നമ്മുടെ ഓരോ കമ്പോണൻറ്റിനും അവർക്ക് അതിൻ്റേതായ അളവിൽ വ്യത്യാസം വരുത്തുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ടയറിൻ്റെ സൈസ് ഒരല്പം കൂടിയിട്ടുണ്ട്. എന്നാൽ അത് കൂടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ മാറ്റമല്ല. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ടയറിൻ്റെ സൈസ് ആയിരുന്നാലും നമ്മുടെ സസ്പെൻഷൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വെറുതെ അത് പറഞ്ഞ് ആൾക്കാരെ അവരെയും ബോറടിപ്പിക്കേണ്ട എന്നുള്ളതുകൊണ്ടാണ് അതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചെക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഈ ടയറിൻ്റെയൊക്കെ ഹൈറ്റ് കൂടുതൽ തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ബോഡി വ്യത്യാസം വന്നു. ബോഡി വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇത് ചേസും കാര്യങ്ങളും എല്ലാം വ്യത്യാസം വന്നപ്പോഴത്തേക്ക് അതിനൊരു നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കൂടിയതുപോലെ ഇപ്പോൾ ഏത് ടെറൈനിൽ ഓടിച്ച് കയറാനാണെന്നുണ്ടെങ്കിലും കുറച്ച് ഹൈറ്റ് കൂടിയതായിട്ട് തോന്നുന്നുണ്ട്. പണ്ട് ആദ്യത്തെ വണ്ടിയൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഓടിച്ച് പോകുമ്പോൾ ചെറിയൊരു ഹൈറ്റ് കൂടിയൊരു ഹമ്പ് വരെയാണെങ്കിൽ ചിലപ്പോൾ അടി ഇടിക്കുന്ന ഒരു പണി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറയും എന്നാണ് എൻ്റെ ഒരു ബലമായ വിശ്വാസം. ഇപ്പോൾ നിങ്ങൾ ആ കാണുന്ന അത് നോക്കണ്ട, അതിപ്പോൾ എക്സ്ട്രാ ഫിറ്റിങ്സിൽ ഇപ്പോൾ ഇവിടെ കസ്റ്റം ചെയ്ത് വച്ചേക്കുന്നതുകൊണ്ട് അത് ഉള്ളത്. ഇല്ലാത്തപ്പോഴത്തേക്കും കാണാൻ അടിപൊളിയായിരിക്കും, അടി തട്ടും എന്നുള്ളൊരു പേടിയേ വേണ്ട. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പുറകിലത്തെ സസ്പെൻഷൻ വരുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന
അത് 5 സ്റ്റെപ്പ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സസ്പെൻഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. റോയൽ എൻഫീൽഡ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു സമയമായപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ കംപ്ലൈൻറ്റ് കൊണ്ട് അങ്ങ് മൂടി അങ്ങ് ആക്ഷേപിച്ച് പടമാക്കി വിട്ട ഒരു സംഭവമായിരുന്നു ഈ പറയുന്ന റോയൽ എൻഫീൽഡ്. റോയൽ എൻഫീൽഡിൻ്റെ ഈ സ്റ്റാൻഡേർഡ് ആയിരുന്നാലും ക്ലാസിക് ആയിരുന്നാലും തണ്ടർബേർഡ് ആയിരുന്നാലും ഏറ്റവും കൂടുതൽ ഇറങ്ങിയ വണ്ടികൾക്കെല്ലാം ഒരു കംപ്ലൈൻറ്റ് വന്നൊരു സീരീസ് ഉണ്ടായിരുന്നു. അന്നിപ്പോൾ ഇപ്പം ഞാൻ എടുത്ത സമയത്ത് 2018 കാലത്ത് ഞാൻ എടുത്തൊരു വണ്ടി ഉൾപ്പെടെ ഏറ്റവും കൂടുതലും കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. ഞാൻ സർവീസ് സെൻ്ററുകാരോട് ദിവസവും എനിക്ക് അടിയുണ്ടാക്കാൻ സമയം ഉണ്ടായിരുന്നുള്ളൂ. കാരണം അത് എന്നും കംപ്ലൈൻ്റ് ആയിരുന്നു. അതുപോലെ നമുക്ക് ഉദ്ദേശിക്കുന്ന പെർഫോമൻസ് ഒന്നും അത് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ റോയൽ എൻഫീൽഡ് ഒരു കാലത്ത് നന്നാവില്ല എന്നൊക്കെ നമ്മളൊന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നന്നായപ്പോൾ ഇത്രയും നന്നാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. കാരണം എനിക്കിപ്പോൾ കൂടുതൽ ദൂരം ഓടിക്കാൻ കിട്ടിയില്ലെങ്കിലും ഞാൻ ചെറുതായിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ അത് ആ സമയത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ചെറിയൊരു മഴയൊക്കെ ഉള്ളൊരു അന്തരീക്ഷം ആയതുകൊണ്ട് നമുക്ക് ക്യാമറയും കൊണ്ട് വണ്ടിയിൽ അങ്ങനെ പോകാൻ പറ്റിയില്ല. പക്ഷേ വണ്ടി കുറച്ച് ദൂരം ഒന്ന് ഓടിച്ചു നോക്കിയപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് വ്യത്യാസം വന്നത് വൈബ്രേഷൻ്റെ കാര്യത്തിലാണ്. അതുകൊണ്ടാണ് അത് ലാസ്റ്റ് പറയാമെന്ന് വിചാരിച്ചത്. ആദ്യം ഇറങ്ങിയ വണ്ടികളിൽ വൈബ്രേഷൻ കൂടുതലായിരുന്നെങ്കിലും കുറച്ച് പിന്നീട് ഇറങ്ങിയ വണ്ടിക്ക് വൈബ്രേഷൻ കുറച്ച് കുറഞ്ഞു. ഈ വണ്ടി വന്നപ്പോൾ അതിനകത്ത് വൈബ്രേഷനേ ഇല്ല. ഇപ്പോൾ നമുക്ക് മുൻപറിയാം, നമുക്ക് വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഈ കൈയുടെ ഈ ഭാഗം കിടന്ന് ഇങ്ങനെ കിടന്ന് വിറയലുണ്ടായിരുന്നു. അത് ഈ വൈബ്രേഷൻ അടിച്ച് ഈ മിററെല്ലാം നല്ല വൈബ്രേഷൻ അടിച്ച് കാലിൽ നിന്നൊരു വൈബ്രേഷൻ കയറി വരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ വൈബ്രേഷൻ്റെ കാര്യത്തിൽ പക്കയായിട്ട് എല്ലാം മാറിയിട്ടുണ്ട്. നമുക്കിപ്പോൾ നല്ല ലോങ് ഒക്കെ പോകുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പഴയ ആൾക്കാരൊക്കെ അറിയാം, ഇവിടെ ദൂരെയൊക്കെ. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് എറണാകുളത്ത്, ഇടയ്ക്കിടയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം ബൈക്കിൽ പോയി വരുന്നത്. നമ്മൾ ബുള്ളറ്റിൽ തന്നെ പോകുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുത്തനാണ്. അവൻ വന്നിട്ട് പറയുന്ന അവന് ഏറ്റവും കൂടുതൽ വെറുത്തു പോയൊരു കാര്യം ഈ പറയുന്ന വൈബ്രേഷൻ്റെ കാര്യമാണ്. വൈബ്രേഷൻ കാരണം അവന് വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ആ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ അതിനുശേഷം ആരോ പറഞ്ഞു നമ്മുടെ എഞ്ചിനകത്ത് എന്തോ ഒരു പ്ലേറ്റ്, വൈബ്രേഷൻ്റെ പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ റെഡ്യൂസ് ചെയ്യാനുള്ളൊരു പ്ലേറ്റ് ഉണ്ട്, അത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആവുമെന്ന് പറഞ്ഞ് വെറുതെ എഞ്ചിനൊക്കെ വലിച്ച് പൊളിച്ച് അത് പിന്നെ എഞ്ചിൻ പണിയായി, അങ്ങനെ ഒരുപാട് പണി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ വണ്ടിക്ക് വൈബ്രേഷൻ്റെ കാര്യത്തിൽ ഇനി ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. അതങ്ങനത്തെ അവസ്ഥയിൽ നമുക്ക് വണ്ടി ഓടിച്ച് നോക്കിയാലേ പറയും. ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വിചാരിക്കും ഞാൻ വെറുതെ തള്ളുകയാണ് എന്തോന്നും. വണ്ടി ഓടിച്ച് നോക്കിയാലേ അതിൻ്റെ ഒരു ഇതറിയാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ വണ്ടി എടുക്കണമെന്നില്ല എന്നിരുന്നാൽ പോലും നിങ്ങൾക്കിപ്പോൾ വേറെ ഏതെങ്കിലും വണ്ടി ഇഷ്ടമാണോ അത് എടുക്കാൻ പോകണമെങ്കിൽ കുഴപ്പമില്ല. ജസ്റ്റ് ഒരു അരമണിക്കൂറത്തെ കാര്യമുള്ളൂ. നിങ്ങളൊന്ന് റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ വരിക, വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും, നിങ്ങൾ എടുക്കും, വണ്ടി എടുക്കും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ഇപ്പോൾ ഞാൻ തന്നെ ഏറ്റവും കൂടുതൽ റോയൽ എൻഫീൽഡിനെ പുച്ഛിച്ച് തള്ളിയിട്ടുണ്ട് എൻ്റെ സ്റ്റാൻഡേർഡിൻ്റെ കാര്യത്തിൽ. അത് കഴിഞ്ഞിട്ട് ക്ലാസിക്കിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. റോയൽ എൻഫീൽഡിൻ്റെ നമ്മുടെ ക്ലാസിക്കിൻ്റെ ടാങ്ക് തുരുമ്പെടുത്ത് അതിൽ നിന്ന് വെള്ളം വരുന്നൊരു വീഡിയോ ഞാൻ അതിനിടയ്ക്ക് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്ത് 2-3 കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട് ഇത് ആരെ വണ്ടിയാണ്, എന്ത് വണ്ടിയാണ്. എൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടി തന്നെയാണ് അത്. പുള്ളിക്കാരൻ്റെ വണ്ടിക്ക് സംഭവിച്ച കാര്യമാണ്. അപ്പോൾ അന്ന് തൊട്ട് ആ പുള്ളിക്കാരനും പറയുന്നതാണ് ക്ലാസിക്കും എൻ്റെ വണ്ടി സ്റ്റാൻഡേർഡ് പറയുന്ന പോലെ കംപ്ലൈൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ കംപ്ലൈൻറ്റുകളെല്ലാം ഇതിൽ പരിഹരിക്കപ്പെടും എന്നാണ് ഒരു വിശ്വാസം. പക്ഷേ വൈബ്രേഷൻ്റെ കാര്യത്തിൽ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. കാര്യങ്ങളിൽ 2-3 കാര്യങ്ങളൂടെ കാണിക്കാൻ വിട്ടുപോയി, അതും കൂടെ ഒന്ന് പറയാം. ഒന്നാമത് ഞാൻ പറഞ്ഞ ഇതിൻ്റെ കാര്യം, RE എന്നുള്ള ബാഡ്ജിൻ്റെ കാര്യം. ഞാൻ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴത്തേക്കാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഇതാ ഇവിടെ കണ്ടു, അത് ഈ കാണുന്ന ക്രാഷ് കാർഡിനകത്ത് തന്നെ സെറ്റ് ചെയ്തൊരു REയുടെ ലോഗോ അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ കാണുന്ന മഡ്ഫ്ലാപ്പ് പോലെ ഇരിക്കുന്ന അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലായിടത്തും ലോഗോയുടെ കാര്യത്തിൽ അത് അവർ കോംപ്രമൈസിലോ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്, ഇവിടെയും വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ഒരുപാട് കാര്യങ്ങളൊക്കെ ഒതുക്കി വൃത്തിയാക്കിയെന്ന്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പോർഷൻ. നമ്മുടെ പഴയ വണ്ടിയിലൊക്കെ അറിയാം, പഴയ വണ്ടി കാർബറേറ്റർ വരുന്ന ഒരു മോഡലായിരുന്നു. ഇപ്പോൾ ഇതങ്ങനെയല്ല. ഇതിപ്പോൾ ഇതിനകത്ത് ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് കുറച്ച് വ്യത്യാസമുണ്ട്. എന്നിരുന്നാലും കുറേ ട്യൂബും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയി കിടന്നൊരു സ്ഥലമായിരുന്നു. അപ്പോൾ എൻ്റെ വണ്ടിക്കൊക്കെ ആയിരുന്നപ്പോഴത്തേക്കും ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും ഭയങ്കര വൃത്തികേടായിട്ട് ഒരുമാതിരി അലങ്കോലമായി കുറച്ച് വയർ ടൈ, കേബിൾ ടൈ, സാധനങ്ങളൊക്കെ ഇങ്ങനെ ചെതറി കിടക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറിയിട്ടുണ്ട്. അതെല്ലാം മാറി എല്ലാം അകത്താക്കി, ഒന്നും പുറത്തേക്ക് വരാതെ കാണാൻ പറ്റാത്ത രീതിക്ക് എല്ലാം അകത്താക്കി ഒതുക്കി സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ സ്റ്റാർട്ടിൻ്റെ വരുന്ന മോട്ടറും കാര്യങ്ങളൊക്കെ ആയിരുന്നാലും എല്ലാം അകത്തോട്ടൊന്ന്, അതായത് നമ്മുടെ ഈ പുറമേ നിന്ന് നോക്കുമ്പോഴത്തേക്ക് എൻജിൻ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നല്ല എൻജിൻ മാത്രമായിട്ട് കാണുന്ന ഒരു രൂപത്തിലായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കിപ്പം നമുക്ക് പ്രീമിയം ആയിട്ടുള്ള വണ്ടികളിലൊക്കെ കാണുന്ന ഒരു ലുക്ക് ഇപ്പോൾ അതിൽ വന്നിട്ടുണ്ട്. നമുക്കറിയാം റോയൽ എൻഫീൽഡിൻ്റെ വണ്ടി ആദ്യം ഇവിടെ അല്ല ഉണ്ടായിരുന്നെങ്കിലും പുറം രാജ്യത്തെ ഒരു വണ്ടിയായിരുന്നു റോയൽ എൻഫീൽഡ്. അവിടെ നിന്ന് പിന്നീടാണ് നമുക്ക് ഇങ്ങോട്ട് മാറി നമ്മുടെ ഇന്ത്യക്കാർക്ക് ഇഷ്ടപ്പെട്ട് ഇന്ത്യയുടെ വണ്ടിയായി മാറിയത്. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങി ഈ ഒരു മോഡൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്ത്യക്ക് ഉണ്ടായിരുന്ന അതിനെക്കാട്ടി ആദ്യം പുറം രാജ്യത്തുണ്ടായിരുന്ന ആ വണ്ടിയുടെ ഒരു ക്വാളിറ്റി ഇപ്പോഴും ഇവരിതിൽ ആ ഒരു ക്വാളിറ്റി ഇപ്പോൾ ഇതിൽ വന്നിട്ടുണ്ട്. ഒരു ഫോറിൻ വണ്ടിയുടെ ഒരു ക്വാളിറ്റി ഈ ഒരു മോഡലിൽ ഇവർ ഇറക്കിയിട്ടുണ്ട്. റോയൽ എൻഫീൽഡ് നന്നാവും. ഇവിടെ വെയിറ്റ് നമുക്ക് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് സ്ഥിരമായിട്ട് വണ്ടി ഈ ബുള്ളറ്റൊക്കെ ഓടിക്കുന്ന ആൾക്കാർക്കൊന്നും ഇതൊരു വലിയ ഭാരമായിട്ട് തോന്നുന്നില്ല. ഞാനിപ്പോൾ വണ്ടി എടുത്ത് നോക്കിയിട്ട് എനിക്ക് വലിയ വെയിറ്റ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. അതുപോലെ ചെറിയൊരു ഹൈറ്റിൻ്റെ വിഷയം തോന്നിയെന്ന് പറഞ്ഞാൽ ഈ സീറ്റിൻ്റെ കാര്യത്തിലാണ്.
ഈ സീറ്റിൻ്റെ കാര്യം ഒരു ചെറിയൊരു ഹൈറ്റ് വ്യത്യാസം വന്നിട്ടുണ്ട്. അല്പം കൂടിയതുപോലെ എനിക്ക് തോന്നിയത്, കുറച്ച് കൂടിയതുപോലെയാണ്. അപ്പോൾ അത് മാത്രമേ വന്നിട്ടുള്ളൂ. വേറെ ഹൈറ്റിൻ്റെ കാര്യത്തിലൊന്നും വേറെ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഏത് ഹൈറ്റുള്ള ആൾക്കാർക്ക് ഓടിക്കാം. പിന്നെ അതുപോലെ തന്നെ ഹാൻഡിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാരണം നമുക്ക് സ്റ്റഡി ആയിട്ടിരുന്ന് നെഞ്ച് വിരിച്ചിരുന്നൊക്കെ നമുക്ക് ഓടിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ലുക്ക് തന്നിട്ടുണ്ട്. മാത്രമല്ല എനിക്ക് ഇഷ്ടപ്പെട്ട് വേറെ പല കാര്യങ്ങളുണ്ട്. എന്നിരുന്നാലും ഇതിൻ്റെ ഡിസ്കിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്കിൻ്റെ കാര്യങ്ങളിൽ ഇത് ഡുവൽ ചാനൽ ABS ആണ് വരുന്നത്. ഈ വെയിറ്റ് വണ്ടിക്ക് കൂടുന്തോറും ഇത് കുറയും എന്നൊരിത് ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അതൊന്നുമല്ല. ഇപ്പോൾ ഈ വണ്ടിക്ക് കുറച്ചുകൂടെ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ടയർ, നല്ല ഗ്രിപ്പുള്ള ടയറാണ്. അപ്പോൾ നമുക്ക് ഡിസ്ക് എല്ലാം പക്കയായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. ഇപ്പം മഴയുള്ള സമയത്തൊക്കെ നമുക്ക് ഓടിക്കുമ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഓടിച്ച സമയത്ത് നല്ല മഴയുള്ള സമയമായിരുന്നു. എന്നിട്ട് ABS നല്ലൊരു പക്കയായിട്ട് തന്നെ തരുന്നുണ്ട്. ഇപ്പോൾ ഷോറൂമിൽ വന്നിട്ട് 2,15,000 രൂപ കൊടുക്കുമ്പോൾ അതിനകത്ത് ഈ സാധനം എല്ലാം വേണം എന്നും പറഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. നിങ്ങൾ പറയും ചിലപ്പോൾ മാസ്റ്റേഴ്സ് വ്ലോഗിൽ ശ്രീജിത്ത് വന്ന് പറഞ്ഞു 2,15,000 രൂപയ്ക്ക് ഈ സാധനം എല്ലാം ഉള്ളൊരു വണ്ടിയാണ് കിട്ടിയതെന്ന്. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഈ കാണുന്ന ഈ വിൻഷീൽഡ്, അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഈ ഒരു ബോക്സ്, ഈ കാണുന്ന ബാക്കിലുള്ള ഗ്രാബ് റെയിൽ കാര്യങ്ങളെല്ലാം വരുന്ന ഈ ഒരു സെറ്റ്, അതുപോലെ ഈ ഫുഡ് റെസ്റ്റ്, ഇതെല്ലാം വരുന്നത് നമ്മുടെ അഡീഷണൽ എക്സ്ട്രാ കോസ്റ്റിൽ വരുന്നതാണ്. നമുക്ക് വണ്ടിയുടെ വിലയ്ക്ക് പുറമേ ഉള്ള കാര്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ. ഓക്കെ, ഇനി അല്ലാതെ ഈ എല്ലാ വണ്ടിക്കും ഇപ്പോൾ ഇതേപോലത്തെ സാധനങ്ങൾ തന്നെ കിട്ടണമെന്നും പറഞ്ഞിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കാരണം കൺഫ്യൂഷൻ ആവും. ഈ വണ്ടിക്ക് എനിക്ക് കുറച്ച് നേരത്തെ ഞാൻ ഒന്ന് ഡീറ്റെയിൽ ലിസ്റ്റൊക്കെ എടുത്ത് നോക്കിയപ്പോൾ എനിക്കൊന്ന് കൺഫ്യൂഷൻ. കാരണം ഇതിപ്പോൾ തന്നെ ഏകദേശം ഒരു 11 കളറിൽ വരുന്നുണ്ട്. 11 കളറിൽ പല വേരിയൻ്റായിട്ട് വരുന്നുണ്ട്. ഓരോന്നിനും ഓരോ ടൈപ്പിലുള്ള ഡീറ്റെയിൽസാണുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷനായി പോകും. അപ്പോൾ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഷോറൂമിലേക്ക് വരിക. ഷോറൂമിൽ വന്ന് നിങ്ങളൊന്ന് ടെസ്റ്റ് ഡ്രൈവ് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് പറ്റിയ വണ്ടി ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുത്തെടുക്കുന്നത് നല്ലത്. നമുക്കിപ്പോൾ ഒരു വീഡിയോ റിവ്യൂ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. വണ്ടി ഓടിച്ച് നോക്കിയാൽ അതിൻ്റെ സുഖം നമുക്ക് മനസ്സിലാവുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്കൊരു മനസ്സിനൊരു തൃപ്തിയായിട്ട് നമുക്ക് വണ്ടി എടുക്കാൻ പറ്റും. ആരുടെയെങ്കിലും വാക്കിയിട്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നതിനെക്കാട്ട് നല്ലത് സ്വന്തമായിട്ടൊന്നും നോക്കുന്നില്ല. അരമണിക്കൂറത്തെ കാര്യമുള്ളൂ. ജസ്റ്റ് ഒന്ന് വന്ന് നോക്കുക. എന്തായാലും ഞാൻ പറയുന്ന, എനിക്കൊരു ഉറപ്പ് പറയാൻ പറ്റുന്ന കാര്യം, വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇപ്പോൾ കുറച്ച് വിഷമമുണ്ട്. എനിക്ക് കുറച്ച് നാളിന് മുമ്പ് എടുത്ത വണ്ടി ഇനിയിപ്പോൾ അതങ്ങനെ വിട്ടിട്ട് ഇതങ്ങനെ എടുത്താലോ എന്നുവരെ എനിക്കൊരു ചിന്തയുണ്ട്. കാരണം അത്രയ്ക്ക് അങ്ങ് ഇതിലേക്ക് ആയിപ്പോവും. ഒരു അഡിക്ഷൻ വരുന്നൊരു വണ്ടി തന്നെയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ വണ്ടിയുടെ കളറും അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ വിലയും, ഈ വണ്ടിയുടെ ഇപ്പോൾ എത്രയാണ് വില, ഓൺ റോഡ് പ്രൈസ്, പിന്നെ ഷോറൂം പ്രൈസ്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ വെറുതെ പറഞ്ഞിപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്, നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ശിവജി മോട്ടോഴ്സാണ്, നെടുമങ്ങാട്. അപ്പോൾ നമുക്ക് ആ ഷോറൂമിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഞങ്ങൾ ഇതിന് താഴെ തരുന്നുണ്ട്. അത് ഫോൺ നമ്പർ തരുന്നുണ്ട്, ഇവിടുത്തെ സെയിൽസ് മാനേജറിൻ്റെ നമ്പർ, എല്ലാ കാര്യങ്ങളും അതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വണ്ടിയെപ്പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിലോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ഒന്ന് ബുക്ക് ചെയ്യണമെങ്കിലോ ആ നമ്പറോട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നുമില്ല, ഇത്രയൊന്നും ഒന്ന് പറഞ്ഞാൽ മതി. നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടിട്ടാണെങ്കിൽ അതും കൂടെ ഒന്ന് പറഞ്ഞേക്കുക, വെറുതെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ വണ്ടിയുടെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി വരും ദിവസങ്ങളിൽ പുതിയതായിട്ടുള്ള ബാക്കി കളർ വേരിയൻ്റ് കിട്ടുന്നതനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്തിങ്ങനെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിൽ എന്താണ്, ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടു പോയിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ എന്തുണ്ടെങ്കിലും കമൻ്റായിട്ടൊന്ന് എഴുതുക. കമൻ്റായിട്ട് എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പറഞ്ഞ് തെറ്റാണെന്നുള്ളത് അത് തിരുത്തി എന്താണ് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള വേ എന്നുള്ള കാര്യം അതും കൂടെ ഒന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. കാരണം പിന്നീട് വായിക്കുന്ന ആൾക്കാർ കമൻറ്റ് സാധാരണ അങ്ങനെയാണല്ലോ, കമൻറ്റ് വായിക്കുന്ന ആൾക്കാർക്ക് നോക്കുമ്പോഴത്തേക്ക് അതും കൂടെ അവർക്ക് ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ വിട്ടുപോയി ഫേസ്ബുക്കിൻ്റെ ഒരു പേജ്, ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ്, എല്ലാത്തിൻ്റെയും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാം അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാരെ കൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു വേറൊരു വീഡിയോയിൽ വേറൊരു വണ്ടിയായിട്ട് വീണ്ടും കാണാം.